മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് പരസ്യ ഭീഷണിയുമായി KSU. സുരക്ഷാ ഉദ്യോഗസ്ഥന് സന്ദീപിനെതിരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനാണ് ഭീഷണി മുഴക്കിയത്. നവകേരള യാത്രയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഭീഷണി. തല അടിച്ചു പൊട്ടിച്ചതിനെ കണക്ക് തീർക്കുമെന്നാണ് അരുൺ രാജേന്ദ്രൻ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണി മുഴക്കിയത്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിലും സന്ദീപിനെതിരെ വ്യാപക പ്രചാരണമാണ് നടക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, അധികാരത്തിലെത്തിയില്ല, അതിനു മുമ്പെയോ? അരുൺകുമാർ, ആലപ്പുഴയിൽ നവകേരള യാത്രയുടെ ഭാഗമായി പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ചത് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയതാണ്. അങ്ങനെയാണ് ജില്ലാ KSU അധ്യക്ഷനെ പോലും ഇന്ന് ആലപ്പുഴയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അധികാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ KSU സംസ്ഥാന ഉപാധ്യക്ഷൻ സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ സന്ദീപിന് വലിയ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സന്ദീപിന് ഭീഷണി ഉയർത്തി കഴിഞ്ഞു. ഇതിൽ സന്ദീപിനോട് പകവീട്ടും എന്നുള്ളത് തന്നെയാണ് ആ ഭീഷണിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധ മാർച്ചൊക്കെ തിരുവനന്തപുരത്ത് നടന്നതാണ്. സമാനമായ രീതിയിൽ സന്ദീപിനെതിരെ ആഹ്വാനങ്ങൾ പ്രതിഷേധിക്കാനും അന്നത്തെ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള നിരവധി ആഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അനുകൂല സൈബർ ഹാൻഡിലുകൾ നേരത്തെ തുടങ്ങി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ സന്ദീപിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെയാണ് സന്ദീപിന് മുന്നറിയിപ്പുകളും ഭീഷണികളും വ്യാപകമായിട്ടുള്ളത്. അതിനിടയിലാണ് ഒരു ഔദ്യോഗിക ഭാരവാഹി, ഒരു KSUവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ അരുൺ രാജേന്ദ്രൻ തന്നെ ഇങ്ങനെ ഒരു ഭീഷണിയുമായി രംഗത്ത് വരുന്നത്. സന്ദീപിനെതിരെ ഭരണം ലഭിച്ചാൽ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഉയർത്തുന്നുണ്ട്. അങ്ങനെ അഭ്യർത്ഥന കൂടി ചില സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അധികാരത്തിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് പോരെ എന്നുള്ളതാണ് ചോദ്യം. പാഠം പഠിപ്പിക്കല്, പണി വരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളത്. ഇതൊക്കെ കസേര കിട്ടി, അധികാരം കിട്ടി, ഒന്ന് ഇരിപ്പുറപ്പിച്ചതിന് ശേഷമൊക്കെ പറഞ്ഞാൽ പിന്നെയും കേൾക്കാൻ രസമുണ്ട്. വരട്ടെ, 4-ാം തീയതിക്ക് ശേഷം.